ഫ്യൂച്ചർ ട്രേഡ് എങ്ങനെ ചെയ്യാം? അതായത് പലർക്കുള്ള കൺഫ്യൂഷനാണ് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന്. അതെങ്ങനെ ചെയ്യാം? അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ ട്രേഡിങ് എങ്ങനെ ചെയ്യാം? ഇതിലൊരു പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉള്ളതായിട്ട് പറഞ്ഞു. സോ അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്യൂച്ചർ വാലറ്റിലേക്ക് നിങ്ങളുടെ USDT കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ നിങ്ങൾ ആദ്യം വാലറ്റ് എന്നുള്ളത് എടുക്കുക. മുകളിൽ നിങ്ങൾക്ക് ഫണ്ടിങ്ങിന്നോ അല്ലെങ്കിൽ മാർജിൻ ഏതെങ്കിലുമൊക്കെ കാണാം. അതിൽ ഫ്യൂച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്പോട്ട് വാലറ്റി കിടക്കുന്ന USDT നിങ്ങൾ USDT ഫ്യൂച്ചേഴ്സിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അത് സെലക്ട് ചെയ്യുക ടു. ശേഷം ഉദ്ദേശിക്കുന്ന USDT ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന USDT സെലക്ട് ചെയ്യുക. നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അതും പേപ്പർ ട്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി സക്സസ് റേഷ്യോ കിട്ടി നമുക്ക് സ്പോട്ടിൽ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫ്യൂച്ചറിലേക്ക് മാറുക. ഞാനിപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടുള്ള 20 USDT മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ സക്സസ്ഫുൾ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാം ഫ്യൂച്ചേഴ്സിൽ നമ്മുടെ വാലറ്റിൽ 20 USDT ഉണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് എടുക്കുക. അവിടെ നിങ്ങൾക്ക് കോയിൻ കാണാൻ പറ്റും. ഇപ്പോൾ BTC USDT പെയറാണ് കിടക്കുന്നത്. വേണ്ട ഏതെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആവുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോയിനാണോ വേണ്ടത് അതിവിടെ അടിച്ചു കൊടുക്കുക. കോയിന്റെ പേര് എതേറിയം ആണെങ്കിൽ എതേറിയം USDT, IOTS ആണെങ്കിൽ IOTS USDT അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞാൻ BTC തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ലോങ് ആണോ, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ള ട്രേഡ് എടുക്കണോ താഴേക്ക് പോകുന്നുള്ള ട്രേഡ് എടുക്കണോ എന്നുള്ള ചെയ്യാൻ പറ്റും. സോ മുകളിലേക്ക് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ബൈ ലോങ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. താഴേക്കാണ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ സെൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെൽ ഷോർട്ട് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ലോങ് പൊസിഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങളിത് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് അനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാർഗറ്റും SLഉം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതല്ലാതെ നിങ്ങളിത് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈവായിട്ട് കാണിച്ചു തരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് ചിലപ്പോൾ, അതായത് ഇപ്പോൾ ഒരു 4 hour എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേ കംപ്ലീറ്റ് ചിലപ്പോൾ എടുത്തേക്കാം അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി. അപ്പം അത്രയും സമയം നമുക്ക് പോകും. സോ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് BTC 29,220 അപ്പൊ ഞാനിത് മുകളിലേക്ക് പോകും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മാർക്കറ്റിൽ അനലൈസ് ചെയ്തപ്പോൾ കണ്ടു. ചാർട്ടിൽ അതിന്റെ ഒരു കൺഫർമേഷനും ബ്രേക്കും കിട്ടിയെന്നിരിക്കട്ടെ. സോ ആ ഒരു സമയത്താണ് ഞാൻ ഇതിലൊരു ലോങ് പൊസിഷൻ നോക്കുന്നത്. സോ ബൈ എടുത്തു. ശേഷം ഐസൊലേറ്റഡ് മാർജിൻ 2 മാർക്കറ്റ് കാണാൻ പറ്റും. നിങ്ങൾ ഐസൊലേറ്റഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ടാണ്. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SL, നമ്മൾ നോർമലി SL സ്റ്റോപ്പ് ലോസ് എല്ലാ ട്രേഡിലും വെക്കും. അതായത് നമുക്കൊരു പെട്ടെന്ന് ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ലോസ് സംഭവിച്ചുകൊണ്ട് നമ്മുടെ വലിയ ക്യാപിറ്റലിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ ഒരു $100 ഉണ്ട്. $100 നമ്മൾ ട്രേഡ് എടുക്കുന്നു. നമ്മളൊരു $10 ലോസിൽ നമ്മൾ SL സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കാം. നമ്മൾ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ $10 മാത്രം നഷ്ടപ്പെട്ട് ബാക്കി $90 സേവ് ചെയ്യും. നിങ്ങൾ SL വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ $100 നഷ്ടപ്പെടും. അപ്പൊ ഈ ഐസൊലേറ്റഡ് മാർജിനിലാണ് നിങ്ങൾ എടുത്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ SL ഒരു കാരണവശാൽ അടിച്ചില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, അടിച്ചില്ല, നിങ്ങളുടെ ലിക്വിഡേഷൻ പോയിന്റിലേക്ക് പ്രൈസ് എത്തുകയും നിങ്ങളുടെ ഫണ്ട് ലിക്വിഡേറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ വാലറ്റിലുള്ള എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടുള്ളൂ. എന്നാൽ നിങ്ങളത് ക്രോസ് മാർജിനിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്പോട്ട് വാലിറ്റി കിടക്കുന്ന വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് നഷ്ടമാവും ഇങ്ങനെ ലിക്വിഡേഷൻ അടിച്ച്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് ഐസൊലേറ്റഡ് മാർജിൻ തന്നെ സെലക്ട് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ലിവറേജസിൽ പലരും ഇത് വളരെ കൂടുതൽ ഇടുന്ന കാണാറുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആവുമ്പോൾ 5x താഴെ മാത്രം ഇടുക. ലിവറേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എമൗണ്ടിന്റെ എത്ര ഇരട്ടി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, നമുക്ക് 125 ഇരട്ടി വരെ ലോൺ എടുത്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റും. മാക്സിമം ഒരു 5 ഇരട്ടി മാത്രം ഇടാം. അപ്പോൾ നിങ്ങൾക്ക് 100 ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ $500 ആയി. സോ 5x മുകളിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഒരു ബിഗിനറിന്. പരമാവധി 5x താഴെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ 29,220 അപ്പൊ മുകളിലേക്ക് പോകുന്നുള്ള രീതിയിലാണ് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ കാണാം മാർക്കറ്റ്, അതുപോലെ തന്നെ ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിലവിലെ പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ലിമിറ്റ് എന്നുള്ളതായിട്ട് ഇപ്പൊ 29,214 നിങ്ങൾക്ക് വേണമെങ്കിൽ 219 എൻട്രി എടുക്കണമെങ്കിൽ ഇവിടെ കൊടുക്കാം, സെറ്റ് ചെയ്യാം.
അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഏതാണോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പെസിഫിക് പ്രൈസിന് എൻട്രി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഇടുക. അതല്ല നിലവിലെ പ്രൈസിന് എൻട്രി എടുക്കാനാണെങ്കിൽ മാർക്കറ്റ് ഇടുക. ഞാൻ ഇവിടെ മാർക്കറ്റ് ഇടുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ടിനാണ്, ഇപ്പൊ നമ്മൾ 20 USDT ആണ് നമ്മുടെ കയ്യിലുള്ളത്, അതിന്റെ എത്ര പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട് ട്രേഡ് എടുക്കാൻ എന്നുള്ളതാണ്. അത് ഇവിടെ ഈ ഒരു ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും 100% വരെ. ഞാനിപ്പോൾ അതിലൊരു 50% സെലക്ട് ചെയ്യാണ്. 5x ടു 50% സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്, നമുക്കൊരു ടാർഗറ്റ് പോയിന്റും ഉണ്ടാവും, ഒരു SL ഉണ്ടാവും. എപ്പോഴാണ് നമ്മൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതും എപ്പോഴാണ് ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പൊ ഞാനിവിടെ 29,250 സെറ്റ് ചെയ്തു ടാർഗറ്റ്. SL ആയിട്ട് നമ്മളൊരു 29,100 സെറ്റ് ചെയ്തു. ഇത് ശരിയായിട്ടുള്ള ഒരു SLO ടാർഗറ്റും അല്ല, കാരണം ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീഡിയോയിൽ പഠിച്ച പോലെ കൃത്യമായിട്ടുള്ള പാറ്റേൺ എന്താണോ, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ്, അതിനനുസരിച്ചിട്ടാണ് ടാർഗറ്റും SLഉം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ലോങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയി. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും PNL ഡീറ്റെയിൽസ്. നമ്മുടെ എത്ര രൂപയ്ക്കാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്, എത്രയാണ് നമ്മളുടെ എൻട്രി പോയിന്റ്, എവിടെയാണ് നമ്മുടെ കാര്യങ്ങളെന്നൊക്കെ കാണാൻ പറ്റും. ചില സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഒന്നും സെറ്റ് ആയി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ താഴെ പൊസിഷനിൽ ഈ ഓർഡർ ഇപ്പൊ എൻട്രി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാലോ. അതിൽ താഴെ സ്റ്റോപ്പ് ലോസ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, പൊസിഷൻ TPSL കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. 29,000 എത്രയിലാണ് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. SL എത്രയാണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്രയാണ് ലോസും നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭവും എന്നുള്ളത് അവിടെ കാണും. അതിനുശേഷം കൺഫേം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ ട്രേഡ് കംപ്ലീറ്റ് ആവും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഷോർട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഈ BTC തന്നെ നമ്മളൊന്ന് ഷോർട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് സെലക്ട് സെല്ല് എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് മാർക്കറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റ്. ഏത് പ്രൈസിനാണോ, ഇപ്പൊ നിലവിലെ പ്രൈസിനാണ് എടുക്കാൻ പോകുന്നെങ്കിൽ മാർക്കറ്റ്, അല്ല നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടെങ്കിൽ ലിമിറ്റ് ഇടുക. ഓക്കെ. അതിനുശേഷം എത്ര USDT-ക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ ഒരു 24% എൻ്റെ ക്യാപിറ്റലിന്റെ സെലക്ട് ചെയ്തു. നമുക്കിവിടെ ടാർഗറ്റ് പ്രൈസും അതുപോലെ തന്നെ SLഉം സെറ്റ് ചെയ്ത് കൊടുക്കാം. സെൽ ഷോർട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ എൻട്രി ആവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കാണിക്കും. ഞാൻ ഇവിടെ ഉദാഹരണം ടാർഗറ്റ് പ്രൈസ് ഇപ്പോൾ ഷോർട്ടാണല്ലോ, അപ്പോൾ 29,224 29,100 കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു SL നമ്മൾ കൊടുക്കാൻ പോകുന്ന 29,250 ശേഷം സെൽ ഷോർട്ട് എന്ന് കൊടുത്തു. നിങ്ങളുടെ ആ ഓർഡർ കാണാൻ പറ്റും, എൻട്രി പ്രൈസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റും SLഉം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് പ്രോഫിറ്റ് എന്നുള്ള എടുക്കുക, പൊസിഷൻ എന്നുള്ള എടുക്കുക. ഇവിടെ നിങ്ങളുടെ ടാർഗറ്റും ഇവിടെ നിങ്ങളുടെ SLഉം എൻട്രി ചെയ്ത് കൊടുത്ത ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവും. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് പൊസിഷൻ എന്നുള്ളത് കൊടുക്കുക. ക്ലോസ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പറ്റും. ബട്ട് ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളൊരു ട്രേഡ് പ്രോപ്പർ ആയിട്ടുള്ള അനലൈസിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അതിന് കൃത്യമായിട്ടുള്ള ടാർഗറ്റും കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ഉണ്ടായിരിക്കണം. കാരണം കൃത്യമായിട്ടുള്ള അനലൈസിന് ശേഷമുള്ള ട്രേഡിലാണ് സക്സസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ.